Hello students, നമ്മൾ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ എന്നുള്ള സെക്ഷനാണ് പഠിക്കുന്നത്. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻ്റർവൽ തന്നിട്ടുണ്ട് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൻ. 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇന്നെ കൊസൈൻ സീരീസ്, ഇന്നെ സൈൻ സീരീസ്, ഇന്നെ ഫൊറിയർ സീരീസ്. അതായത് എഫ് ഓഫ് എക്സ് നമ്മൾ മുമ്പ് ഉള്ള ക്വസ്റ്റ്യനിലൊക്കെ എഫ് ഓഫ് എക്സ് തരും, ഇൻ്റർവൽ തരും, ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാനായിരിക്കും പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ കൊസൈൻ സീരീസ് അല്ലെങ്കിൽ സൈൻ സീരീസ് അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ആണ്. അല്ലെങ്കിൽ നമ്മുടെ പീരീഡ് -p to p അല്ലെങ്കിൽ -l to l എന്നാണ് തരിക. അങ്ങനെ തരുമ്പോഴാണ് നമ്മൾ ഫൊറിയർ സീരീസ് മാത്രം കണ്ടുപിടിക്കുക. ഇത് അതിന് പകരം 0 to l എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ -l to l ൻ്റെ ഹാഫ് ആണ് 0 to l. ഈ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനാണ്. 3 സീരീസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. കൊസൈൻ സീരീസ്, സൈൻ സീരീസ്, ഫൊറിയർ സീരീസ്. അപ്പോൾ നമുക്കറിയാം ഹാഫ് റേഞ്ച് എക്സ്പാൻഷനിലെ കൊസൈൻ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് ഡിഫൈൻഡ് ഓൺ ദ ഇൻ്റർവൽ 0 to l. അപ്പോൾ കൊസൈൻ സീരീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n pi x by l എന്നാണ്. കൊസൈൻ സീരീസിൻ്റെ ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n pi x by l എന്നാണ്. വേറെ a0 an കോഎഫിഷ്യൻസ് ആണ്. a0 കാണാനുള്ള ഫോർമുല 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഡി എക്സ്. 1/l പകരം കൊടുക്കേണ്ടത് 0 to l ആകുമ്പോൾ ഈവൺ ആണ്. സോ 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണാനുള്ള ഫോർമുലയാണ് വിച്ച് ഇസ് ഈക്വൽ ടു 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l. ഇവിടെ l മാറ്റേണ്ട, കാരണം ഇൻ്റർവൽ തന്നെ 0 to l എന്നാണ് തന്നിട്ടുള്ളത്. 0 to l എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ ഇൻ്റഗ്രൽ 0 to l എക്സ് സ്ക്വയർ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/l ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³/3 ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to l. ഈ 3 പുറത്തേക്ക് എടുത്താൽ 2/3l ഇൻറ്റു എക്സിന് ലിമിറ്റ് കൊടുക്കുക, എല്ലും 0യും. അപ്പർ ലിമിറ്റ് കൊടുത്താൽ l³, ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 വിച്ച് ഇസ് ഈക്വൽ ടു l³ - 0 l³. അപ്പോൾ 2l³/3l എന്ന് വരും. ഇവിടെ 3, ഇവിടുത്തെ 1 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2l²/3. a0ൻ്റെ വാല്യൂ കിട്ടി 2l²/3. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് an-ൻ്റെ വാല്യൂ ആണ്. an കാണാനുള്ള ഫോർമുല 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by l ഡി എക്സ് എന്നാണ്. an ആണെങ്കിൽ 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by l ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l. ലിമിറ്റ് മാറ്റാത്തത് നമുക്ക് ക്വസ്റ്റ്യനിൽ 0 to l എന്നാണ് തരിക. അപ്പോൾ 0 to 3 ആണെങ്കിലോ എല്ലിന് പകരം 3 എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ an ഈക്വൽ ടു 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by l ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് n pi x by l ഡി എക്സ്. അപ്പോൾ ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്. ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയറും അടുത്തത് കോസ് n pi x by l. ഇപ്പോൾ 2 എക്സിലുള്ള ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇപ്പോൾ 2/l നമുക്ക് പുറത്ത് നിർത്താം കോൺസ്റ്റൻറ്റ്. ഇതിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ. സോ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് n pi x by l ൻ്റെ ഇൻ്റഗ്രൽ. കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ n pi x by l ഇനി ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് n pi x by l ൻ്റെ ഡെറിവേറ്റീവ് താഴെ എഴുതണം. അപ്പോൾ ഡിവൈഡഡ് ബൈ n pi x by l ൻ്റെ ഡെറിവേറ്റീവ് n pi by l. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ രണ്ടിനും കൂടി ചേർത്തിട്ട് ലിമിറ്റ് കൊടുത്തു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ 2x ഇൻറ്റു കോസ് n pi x by l ൻ്റെ ഇൻ്റഗ്രൽ സൈൻ n pi x by l ഡിവൈഡഡ് ബൈ n pi by l ഡി എക്സ്. ഇനി ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 2/l ഈ ടേമിൽ നോക്കുക 1/n pi by l ഉണ്ട്. ഈ ടേമിലും 1/n pi by l ഉണ്ട്. അപ്പോൾ ഈ 2 ടേമിൽ നിന്ന് കോമൺ ആയതുകൊണ്ട് ഈ n pi by l 1/n pi by l നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/n pi by l വെളിയിലേക്ക് എടുക്കുമ്പോൾ n pi by l റെസിപ്രോക്കൽ ദാറ്റ് ഈസ് l/n pi. അപ്പോൾ 2/l ഇൻറ്റു ഈ പുറത്തേക്ക് എടുക്കുമ്പോൾ l/n pi. ബാക്കിയുള്ളതിന് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്താൽ l² ഇൻറ്റു സൈൻ n pi l/l മൈനസ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0. ഈ ടേം ഫുള്ള് 0 മൈനസ് ഇത് നമ്മൾ ഓൾറെഡി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി 2 മാത്രമേ ബാക്കിയുള്ളത്. അപ്പോൾ ഈ 2 ഇൻ്റഗ്രേഷനിൽ വെളിയിലേക്ക് എടുക്കാം. 2 ഇൻറ്റു
ബാക്കിയുള്ളത് എച്ച് ഇൻറ്റു സൈൻ എൻ പൈ എച്ച് ബൈ എല്ലിൻ്റെ ഇൻ്റഗ്രലാണ്. അപ്പോൾ ഇവിടെയും രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്. സോ ഇതിലും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ 2 വെളിയിലേക്ക് എടുത്തു. ഇതിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുത്താൽ ഫസ്റ്റ് ഫംഗ്ഷൻ എച്ച് ഇൻറ്റു സൈൻ എൻ പൈ എച്ച് ബൈ എല്ലിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ പൈ എച്ച് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 നമ്മൾ വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എൻ പൈ എച്ച് ബൈ എൽ എൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ പൈ എച്ച് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എല്ലും എല്ലും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 2 ബൈ എൻ പൈ ഇൻറ്റു ഇവിടെ സൈൻ എൻ പൈ എൽ ബൈ എൽ എല്ലും എല്ലും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് സൈൻ എൻ പൈൻ്റെ വാല്യൂ 0 ആണ്. സോ 0 മൈനസ് 0 ടേം 0 ആയിപ്പോയി. മൈനസ് ഇനി 2 ഇൻറ്റു ഒരു ടേമാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ഉള്ളിൽ 2 ഇൻറ്റു എന്ന് കഴിഞ്ഞിട്ടുള്ളതിൽ 1 ബൈ എൻ പൈ ബൈ എൽ രണ്ട് ടേമിലും കോമൺ ആണ്. അപ്പോൾ 1 ബൈ എൻ പൈ ബൈ എൽ വെളിയിലേക്ക് എടുക്കുമ്പോൾ എൽ ബൈ എൻ പൈ ഇവിടെ ഒരു 2 ഉണ്ട്. സോ 2l ബൈ എൻ പൈ ഇൻറ്റു ബാക്കിയുള്ളത് ഇതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതാ. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ എച്ച് ഈക്വൽ ടു ഫസ്റ്റ് എല്ലാണ് കൊടുക്കേണ്ടത്. എൽ ഇൻറ്റു മൈനസ് കോസ് എൻ പൈ എൽ ബൈ എൽ മൈനസ് എച്ച് ഈക്വൽ ടു 0 കൊടുത്താൽ 0. ഈ മൈനസും കൂടെ പ്ലസ് ആയി 1 ബൈ എൻ പൈ ബൈ എൽ ഓൾറെഡി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു എൽ കോസ് എൻ പൈ എച്ച് ബൈ എൽ ആണ്. കോസ് എൻ പൈ എച്ച് ബൈ എല്ലിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ പൈ എച്ച് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 ടു എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ എൻ പൈ ഇൻറ്റു ഈ മൈനസ് 2l ബൈ എൻ പൈ ഇൻറ്റു 0 എന്നുള്ളത് എടുത്തില്ല. അപ്പോൾ മൈനസ് 2l ബൈ എൻ പൈ ഇൻറ്റു ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്തു. കോസ് എൻ പൈൻ്റെ വാല്യൂ -1 റേസ് ടു n ആണ്. ഈ മൈനസ് ഇവിടെ ഉണ്ട്. സോ 2l ബൈ എൻ പൈ ഇൻറ്റു മൈനസ് എൽ ഇൻറ്റു -1 റേസ് ടു n പ്ലസ് ഇതും നമുക്ക് 1 ബൈ എൻ പൈ ബൈ എൽ വെളിയിലേക്ക് എടുക്കുമ്പോൾ എൽ ബൈ എൻ പൈ ഇൻറ്റു സൈൻ എൻ പൈ എസ് ബൈ എല്ലിന് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ സൈൻ എൻ പൈ എൽ ബൈ എൽ മൈനസ് സൈൻ ഓഫ് എച്ചിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 വിച്ച് ഇസ് ഈക്വൽ ടു രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു മൈനസ് 2l മൈനസ് 4l ഡിവൈഡഡ് ബൈ എൻ പൈ ഇൻറ്റു എൻ പൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു മൈനസ് എൽ -1 റേസ് ടു n എല്ലാം ക്യാൻസൽ ചെയ്താൽ സൈൻ എൻ പൈ ആണ്. സൈൻ എൻ പൈ 0 സൈൻ 0യും 0. അപ്പോൾ ഈ ടേം ഫുള്ളായിട്ട് 0 ആയിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളത് മൈനസ് 4l ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു മൈനസ് എൽ ഇൻറ്റു -1 റേസ് ടു n മൈനസും പ്ലസ് ആയി which is equal to 4l into l 4l square -1 raised to n divided by n square pi square. അപ്പോൾ an-ൻ്റെ വാല്യൂ കിട്ടി 4l square into -1 raised to n by n square pi square. അപ്പോൾ കൊസൈൻ സീരീസിന് വേണ്ട കോഎഫിഷ്യൻസ് a0ഉം an നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ നമ്മുടെ കൊസൈൻ സീരീസ് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സിൽ a0ഉം an-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ ഇക്വേഷൻ 1 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 ബൈ 2 ആണ്. a0 2l സ്ക്വയർ ബൈ 3. അപ്പോൾ 2l സ്ക്വയർ ബൈ 3 ഡിവൈഡഡ് ബൈ 2 a0 ബൈ 2 ചെയ്താൽ 2l സ്ക്വയർ ബൈ 6 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കോസ് n പൈ എച്ച് ബൈ എൽ ആണ്. an-ൻ്റെ വാല്യൂ 4l സ്ക്വയർ ഇൻറ്റു -1 റേസ് ടു n ബൈ n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് n പൈ എച്ച് ബൈ എൽ. ഇവിടെ 2 ഉം 6 നമ്മൾ ക്യാൻസൽ ചെയ്യാം 3 ടൈംസ്. സോ എൽ സ്ക്വയർ ബൈ 3 പ്ലസ് ഇത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്നാണ്. സോ ഇവിടെ ഈ ടേമിൽ വേരി ചെയ്യുന്നത് n ആണ്. അപ്പോൾ n അല്ലാത്ത കോൺസ്റ്റന്റ് ടേംസ് നമുക്ക് ഈ സമ്മേഷനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കോൺസ്റ്റന്റ് വരുന്നത് 4l സ്ക്വയർ ബൈ പൈ സ്ക്വയർ ആണ്. അപ്പോൾ സമ്മേഷൻ നിന്ന് പുറത്തേക്ക് എടുത്താൽ l³ ബൈ 3 പ്ലസ് 4l സ്ക്വയർ ബൈ പൈ സ്ക്വയർ ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 റേസ് ടു n ബൈ n സ്ക്വയർ ഇൻറ്റു കോസ് n പൈ എച്ച് ബൈ എൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊസൈൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ സൈൻ സീരീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൈൻ സീരീസിൻ്റെ ഫോം ഇവിടെ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ ആണ്. ഡിഫൈൻഡ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ 0l. സോ സൈൻ സീരീസ് ഫോർ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn സൈൻ n പൈ എച്ച് ബൈ എൽ ആണ്. അപ്പോൾ സൈൻ സീരീസിൽ ഒരൊരു കോഎഫിഷ്യൻ്റേ ഉള്ളൂ bn കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഫസ്റ്റത്തെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. സോ ഈ സൈൻ സീരീസിൻ്റെ ഇക്വേഷൻ നമ്മൾ 2 എന്ന് കൊടുത്തു. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് bn കാണാനുള്ള ഫോർമുല 2/n ഇൻറ്റു 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു l എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n പൈ എച്ച് ബൈ എൽ ഡി എക്സ് എന്നാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു l
എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ. ഇപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ രണ്ട് ടേം വരുന്നുണ്ട് എക്സിലുള്ളത്. സോ ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 2/l വെളിയിൽ നിർത്തി എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ 0 to l മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഡി എക്സ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ചെയ്തു. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു 2/l ഇൻറ്റു ഇവിടെ രണ്ട് ടേമിലും 1/n പൈ ബൈ എൽ കോമൺ ആണ്. സോ അത് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ഇപ്പോൾ 2/l ഇൻറ്റു l/n പൈ എന്നാവും. 1/n പൈ ബൈ എല്ലിന് l/n പൈ എഴുതാം. ഇതിന് ലിമിറ്റ് കൊടുക്കുക. ഇപ്പോൾ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്താൽ എൽ സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് എൻ പൈ എൽ ബൈ എൽ മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ എക്സ് 0 ആണ്. സോ 0. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് 2 ഇൻ്റഗ്രേഷൻ വെളിയിലേക്ക് എടുക്കാം. ഇപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്നായി. വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൽ എല്ലും എല്ലും ക്യാൻസൽ ചെയ്തു. ബാലൻസ് 2/n പൈ ഇൻറ്റു ഇവിടുത്തെ കോസ് എൻ പൈ എൽ ബൈ എല്ലിൽ എല്ലും എല്ലും ക്യാൻസൽ ചെയ്തു. അപ്പോൾ മൈനസ് എൽ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 റേസ് ടു n -0 എഴുതണ്ട പ്ലസ് 2 ഇൻറ്റു ഇതിൽ എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ രണ്ട് എക്സിൻ്റെ ടേം വരുന്നുണ്ട്. സോ എഗെയിൻ അപ്ലൈ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ പൈ എക്സ് ബൈ എല്ലിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ബൈ എൻ പൈ ബൈ എൽ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/n പൈ ഇൻറ്റു മൈനസ് എൽ സ്ക്വയർ ഇൻറ്റു -1 റേസ് ടു n പ്ലസ് 2 ഇൻറ്റു രണ്ട് ടേമിലും 1/n പൈ ബൈ എൽ കോമൺ ആണ്. സോ അത് വെളിയിലേക്ക് എടുത്താൽ l/n പൈ എന്നാവും. അപ്പോൾ 2l/n പൈ ഇൻറ്റു ഇതിന് ലിമിറ്റ് കൊടുക്കുക. എക്സിന് l എന്ന് കൊടുത്താൽ l ഇൻറ്റു സൈൻ എൻ പൈ എൽ ബൈ എൽ മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് ഇൻ്റഗ്രൽ 0 to l 1 ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ അതായത് സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ എന്നാവും. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to l which is equal to 2/n പൈ ഇൻറ്റു മൈനസ് എൽ സ്ക്വയർ ഇൻറ്റു -1 റേസ് ടു n പ്ലസ് 2l/n പൈ ഇൻറ്റു ഇവിടെ എല്ലും എല്ലാം ക്യാൻസൽ ചെയ്തു സൈൻ എൻ പൈൻ്റെ വാല്യൂ 0. അപ്പോൾ l ഇൻറ്റു 0 0 ആയി. 0 മൈനസ് 0 0. അപ്പോൾ ഈ ടേം 0 പ്ലസ് ഇവിടെ നിന്ന് 1/n പൈ ബൈ എല്ലിന് 1/n പൈ ബൈ എല്ലിന് l/n പൈ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. കോസ് എൻ പൈ എക്സ് ബൈ എല്ലിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുത്താൽ കോസ് എൻ പൈ എൽ ബൈ എൽ മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2/n പൈ ഇൻറ്റു മൈനസ് എൽ സ്ക്വയർ -1 റേസ് ടു n പ്ലസ് 2l/n പൈ ഇൻറ്റു l/n പൈ ഇൻറ്റു എല്ലും എല്ലാം ക്യാൻസൽ ചെയ്തു ബാക്കി കോസ് എൻ പൈ. കോസ് എൻ പൈൻ്റെ വാല്യൂ -1 റേസ് ടു n ആണ് മൈനസ് കോസ് 0 1. അപ്പോൾ നമുക്ക് 2/n പൈ ഇൻറ്റു മൈനസ് എൽ സ്ക്വയർ ഇൻറ്റു -1 റേസ് ടു n പ്ലസ് 2l/n പൈ ഇൻറ്റു l/n പൈ ഇൻറ്റു -1 റേസ് ടു n മൈനസ് 1 എന്ന് കിട്ടി. അപ്പോൾ 2/n പൈ ഇൻറ്റു മൈനസ് എൽ സ്ക്വയർ -1 റേസ് ടു n 2l ഇൻറ്റു l 2l സ്ക്വയർ n പൈ ഇൻറ്റു n പൈ n സ്ക്വയർ പൈ സ്ക്വയർ ബാലൻസ് -1 റേസ് ടു n മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ രണ്ട് ടേം ഉള്ളതുകൊണ്ട് രണ്ടെണ്ണത്തിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2/n പൈ ഇൻറ്റു മൈനസ് എൽ സ്ക്വയർ -1 റേസ് ടു n-ന് മൈനസ് 2/n പൈ ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു -1 റേസ് ടു n എന്ന് എഴുതാം പ്ലസ് 2/n പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 2 4 എൽ സ്ക്വയർ ബൈ n പൈ ഇൻറ്റു n സ്ക്വയർ പൈ സ്ക്വയർ. അപ്പോൾ n ഇൻറ്റു n സ്ക്വയർ n ക്യൂബ് പൈ ഇൻറ്റു പൈ സ്ക്വയർ പൈ ക്യൂബ് ഇൻറ്റു -1 റേസ് ടു n മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ -2 ആണുള്ളത്. ഇവിടെ ഒരു -1 റേസ് ടു n ഉണ്ട്. -2 ഇൻറ്റു എന്നുള്ളതിന് നമുക്ക് 2 ഇൻറ്റു -1 എന്ന് എഴുതാം. -1 ഇൻറ്റു -1 റേസ് ടു n -1 റേസ് ടു 1 -1 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 1 ആണ്. അപ്പോൾ -1 റേസ് ടു 1 ഇൻറ്റു -1 റേസ് ടു n വിച്ച് ഇസ് ഈക്വൽ ടു -1 റേസ് ടു n പ്ലസ് 1 എന്ന് എഴുതാം.
എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഈ മൈനസും -1 റേസ് ടു എന്നും കൂടെ -1 റേസ് ടു എൻ പ്ലസ് 1 ആയി. അപ്പോൾ 2l² ഇൻറ്റു -1 റേസ് ടു എൻ പ്ലസ് 1 ബൈ n പൈ പ്ലസ് 4l² ബൈ n ക്യൂബ് ബൈ ക്യൂബ് ഇൻറ്റു -1 റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ബി എന്നുള്ള കോയഫിഷ്യൻറ്റ് കണ്ടുപിടിച്ചു. നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, equation 2 implies f of x is equal to sigma n equal to 1 to infinity bn. bnന് പകരം ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2l² ഇൻറ്റു -1 റേസ് ടു എൻ പ്ലസ് 1 ബൈ n പൈ പ്ലസ് 4l² ബൈ n ക്യൂബ് ബൈ ക്യൂബ് ഇൻറ്റു -1 റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇതിൽ നിന്ന് n ആണ് വേരി ചെയ്യുന്നത്. സോ n അല്ലാത്ത ടേം കോൺസ്റ്റന്റ് ടേമിൽ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 2l², രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളത് വേണം നമ്മൾ ഈ സമ്മേഷന് പുറത്തേക്ക് എടുക്കാൻ. അപ്പോൾ ഇവിടെ l², 4l² ഉണ്ട്, ഇതിൽ 2l² ഉണ്ട്. അപ്പോൾ രണ്ടെന്നും കൂടെ 2l² പുറത്തേക്ക് എടുക്കാം. അതുപോലെ പൈ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ പൈ ക്യൂബ്, ഇവിടെ പൈയാണ് ഉള്ളത്. അപ്പോൾ 2l² ബൈ പൈ രണ്ട് ടേമിന്നും കൂടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. Therefore f of x is equal to 2l² ബൈ പൈ ഇൻറ്റു ബാക്കിയുള്ള ടേം സിഗ്മ n ഈക്വൽ ടു 1 to infinity -1 റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് ഇതിൽ 4l² ഉണ്ട്, അതിൽ 2l² പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ, 4 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ബൈ n ക്യൂബ് പൈ പുറത്തേക്കുണ്ട്, പൈ ക്യൂബ് അവിടെ ഉള്ളത്. അപ്പോൾ π² ഇൻറ്റു -1 റേസ് ടു n മൈനസ് 1 ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ. അതിൽ നോക്കേണ്ടത് രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളതിന് മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുള്ള സമ്മേഷനിൽ നിന്ന് ഇപ്പോഴാണ് നമുക്ക് എന്താ കിട്ടിയത്, ഇവിടെ പൈ പുറത്തിട്ടുണ്ട്, 2l² ബൈ പൈ വെളിയിലുണ്ട്. അപ്പോൾ -1 റേസ് ടു n പ്ലസ് 1 ബൈ n മതി. ഇവിടെ 4l² ഉള്ളത്, 2l² പുറത്തുണ്ട്, അപ്പോൾ ഇവിടെ 2 മതി. പൈ ക്യൂബിൽ പൈ പുറത്തുണ്ട്, സോ π². അപ്പോൾ നമുക്ക് സൈൻ സീരീസ് എന്താ കിട്ടിയിട്ടുണ്ട്, 2l² ബൈ പൈ ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 to infinity -1 റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 2 ബൈ n ക്യൂബ് π² ഇൻറ്റു -1 റേസ് ടു n മൈനസ് 1 ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ കൊസൈൻ സീരീസും സൈൻ സീരീസും കണ്ടുപിടിച്ചു. അടുത്തത് ഹാഫ് റേഞ്ച് എക്സ്പാൻഷനിലെ ഫൊറിയർ സീരീസ് കാണാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാഫ് റേഞ്ച് എക്സ്പാൻഷനിൽ ഫൊറിയർ സീരീസിനെ 0 to l നിന്ന് നമ്മൾ -l to l ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ f of x എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡിഫൈൻഡ് ഓൺ ക്ലോസ് ഓപ്പൺ ഇൻ്റർവൽ 0 to l ആണ്. സോ ഫൊറിയർ സീരീസിൻ്റെ ഫോം f of x is equal to, ഫൊറിയർ സീരീസ് എഴുതുമ്പോൾ എന്താണ്, an ഉണ്ടാവും, a0 ഉണ്ടാവും, bn ഉണ്ടാവും, എക്സ്റ്റൻഷൻ ആണ്. സോ നമ്മൾ ഈവൺ ഓഡ് എന്നല്ല നോക്കുന്നത്, എല്ലാ ടേമും കൂടെ ചേർത്തിട്ട് എഴുതാം. അപ്പോൾ f of x is equal to a0 by 2 plus sigma n equal to 1 to infinity an cos, ഇവിടെ 0 to l ആയതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ n പൈ എക്സ് ബൈ എല്ലിന് പകരം 2n പൈ എക്സ് ബൈ എൽ പ്ലസ് bn സൈൻ 2n പൈ എക്സ് ബൈ എൽ എന്ന് കൊടുക്കണം. ഇവിടെ നമുക്ക് 3 കോയഫിഷ്യൻറ്റും കണ്ടുപിടിക്കണം, a0, an, bn. ഇപ്പോൾ ഫസ്റ്റ് വൺ a0 ആണ്. a0 കാണാനുള്ള ഫോർമുല വ്യത്യാസമൊന്നുമില്ല, നേരത്തുള്ള പോലെ തന്നെ 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l f of x dx. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 2l² ബൈ 3 അല്ലെ. 2/l ഇൻറ്റു f of x എന്ന് പറയുന്നത് h² ആണ്, h² ഇൻ്റഗ്രൽ h³ ബൈ 3 ലിമിറ്റ് കൊടുക്കുമ്പോൾ 2l² ബൈ 3 എന്ന് കിട്ടി. അപ്പോൾ f of x a0 2l² ബൈ 3 ആണെന്ന് കിട്ടി. ഇനി a0 an-ഉം bn-ഉം കാണാനുള്ള ഫോർമുലയിൽ വ്യത്യാസമുണ്ട്, നമ്മൾ നേരത്തെ ചെയ്തത് പോലെയല്ല. കാരണം ഇവിടെ നമ്മൾ ഫൊറിയർ സീരീസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ് എഴുതേണ്ടത്. അപ്പോൾ n പൈ എക്സ് ബൈ എല്ലിന് പകരം നമ്മൾ 2n പൈ എക്സ് ബൈ എല്ലാണ് കൊടുക്കുന്നത്, അത് an-ലും bn-ലും. അപ്പോൾ an കാണാനുള്ള ഫോർമുല 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l f of x ഇൻറ്റു കോസ് n പൈ എക്സ് ബൈ എൽ എന്നല്ല 2n പൈ എക്സ് ബൈ എൽ dx ആണ്. which is equal to 2/l into integral 0 to l f of x h² into cos 2n pi s by l dx, which is equal to 2/l into, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ h² ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2n pi s by l ഡിവൈഡഡ് ബൈ 2n pi by l, അല്ല കോസിൻ്റെ ഇൻ്റഗ്രൽ സൈന്, അപ്പോൾ സൈൻ ഓഫ് 2n pi s by l ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2n pi by l. ലിമിറ്റ് കൊടുക്കുക 0 to l. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് h² ഡെറിവേറ്റീവ് 2x ഇൻറ്റു integral of second cos 2n pi s by l integral sin 2n pi s by l divided by 2n pi by l dx, which is equal to 2/l into രണ്ട് ടേമിലും 1/2n pi by l കോമൺ ആണ്. സോ അതിന് വെളിയിലേക്ക് എടുക്കുമ്പോൾ l by 2n pi into ഇതിന് ലിമിറ്റ് കൊടുത്താൽ എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് ആണ്. സോ l² ഇൻറ്റു സൈൻ 2n pi l by l മൈനസ് എക്സിന് 0 കൊടുത്താൽ 0
മൈനസ് 2 വെളിയിലേക്ക് എടുത്തു. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 to L എക്സ് ഇൻറ്റു സൈൻ 2nπs/L ആണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 2nπs/L ഡിവൈഡഡ് ബൈ 2nπ/L ലിമിറ്റ് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 2 നമ്മൾ വെളിയിൽ എടുത്തിട്ടുണ്ട്. സോ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് കോസ് 2nπs/L divided by 2nπ/L dx which is equal to L ഉം L ഉം ക്യാൻസൽ ചെയ്തു, അതുപോലെ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 1/nπ ഇൻറ്റു L ഉം L ഉം ഇവിടെ ക്യാൻസൽ ചെയ്തു. സൈൻ 2nπ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ L² ഇൻറ്റു സൈൻ 0 0 0 മൈനസ് 0 0 മൈനസ് 2 ഇൻറ്റു ഇവിടെ രണ്ട് ടേമിലും 1/2nπ/L കോമൺ ആണ്. സോ അത് വെളിയിലേക്ക് എടുക്കുമ്പോൾ 2 ഓൾറെഡി പുറത്തുണ്ട്. 1/2nπ/L പുറത്തേക്ക് എടുത്താൽ L/2nπ ഇൻറ്റു ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്താൽ L ഇൻറ്റു മൈനസ് കോസ് 2nπ/L/L മൈനസ് എക്സിന് 0 കൊടുത്താൽ 0 പ്ലസ് ഇവിടെ ഒരു ഇൻ്റഗ്രൽ ഉണ്ട്. ഇൻ്റഗ്രൽ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. കോസ് 2nπs/L ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ 2nπs/L divided by 2nπ/L limit of integration 0 to L which is equal to 1/nπ into 2 2 cancel ചെയ്തു. അപ്പോൾ മൈനസ് L/nπ into L ഉം L ഉം ക്യാൻസൽ ചെയ്താൽ cos 2nπ cos 2nπൻ്റെ വാല്യൂ 1 ആണ്. L ഇൻറ്റു മൈനസ് 1 മൈനസ് L പ്ലസ് ഇതിൽ നിന്ന് 1/2nπ/L പുറത്തേക്ക് എടുത്താൽ L/2nπ ഇൻറ്റു ഇതിന് ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് സൈൻ 2nπL/L മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ സൈൻ 0 which is equal to 1/nπ into minus L/nπ into minus L. L ഉം L ഉം ക്യാൻസൽ ചെയ്ത് സൈൻ 2nπൻ്റെ വാല്യൂ 0 ആണ്. സൈൻ 0 0 0 മൈനസ് 0 0 അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 0. ബാക്കിയുള്ളത് 1/nπ ഇൻറ്റു മൈനസ് L/nπ ഇൻറ്റു മൈനസ് L മൈനസ് മൈനസ് പ്ലസ് L ഇൻറ്റു L L² ഡിവൈഡഡ് ബൈ nπ ഇൻറ്റു nπ n² π². അപ്പോൾ a0 കണ്ടുപിടിച്ചു 2L²/3 ആണ്. an-ൻ്റെ വാല്യൂ L²/n² π² ആണ്. ഇനി നമുക്കൊരു കോഎഫിഷ്യൻ്റ് കൂടെ കണ്ടുപിടിക്കണം, bn. bn കാണാനുള്ള ഫോർമുല 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L f of x ഇൻറ്റു സൈൻ 2nπx/L dx എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L f of x x². അപ്പോൾ x² ഇൻറ്റു സൈൻ 2nπx/L dx which is equal to 2/L ഇൻറ്റു x² സൈൻ 2nπs/L രണ്ട് എക്സിൻ്റെ ടേം വരുന്നുണ്ട്. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ x² ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 2nπs/L ഡിവൈഡഡ് ബൈ 2nπ/L ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x² ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 2nπs/L ഡിവൈഡഡ് ബൈ 2nπ/L dx which is equal to 2/L ഇൻറ്റു ഈ രണ്ട് ടേമിലും 1/2nπ/L കോമൺ ആണ്. അതിന് വെളിയിലേക്ക് എടുത്താൽ L/2nπ ഇൻറ്റു ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ L² ഇൻറ്റു മൈനസ് കോസ് 2nπL/L മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസും മൈനസും പ്ലസ് 2 ഇൻ്റഗ്രേഷനിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 to L എക്സ് ഇൻറ്റു കോസ് 2nπs/L ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സും കോസ് എക്സിൻ്റെ ടേമും വരുന്നുണ്ട്. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അഗൈൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2nπs/L ഡിവൈഡഡ് ബൈ 2nπ/L ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ലിമിറ്റ് കൊടുത്തു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2nπs/L ഡിവൈഡഡ് ബൈ 2nπ/L dx which is equal to L ഉം L ഉം ക്യാൻസൽ ചെയ്തു, 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 1/nπ ഇൻറ്റു ഇവിടെ മൈനസ് ഉണ്ട്, ഈ L ഉം L ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ മൈനസ് L², ബാക്കി കോസ് 2nπൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മൈനസ് L² ഇൻറ്റു 1 മൈനസ് 0 എഴുതിയില്ല പ്ലസ് 2 ഇൻറ്റു ഈ രണ്ട് ടേമിലും 1/2nπ/L കോമൺ ആണ്. സോ അത് വെളിയിലേക്ക് എടുത്താൽ L/2nπ ഇൻറ്റു ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ L ഇൻറ്റു സൈൻ 2nπ/L മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 മൈനസ് 1 ഇൻറ്റു സൈൻ 2nπs/L 1/2nπ/L പുറത്തുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത്
1 into sine 2n pi x by L, that is sine 2n pi x by L. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ ചെയ്താൽ minus cos 2n pi x by L divided by 2n pi by L, limit of integration 0 to L, which is equal to 1 by n pi into minus L square into 1 minus L square plus 2 2 cancel ചെയ്തു. അപ്പോൾ L by n pi into ഇവിടെ L എല്ലാം ക്യാൻസൽ ചെയ്ത് sin 2n pi 0 ആണ്, 0 minus 0 0. അപ്പോൾ L into 0 plus ഇതിൽ നിന്ന് നമുക്ക് 2 by n pi L, 1 by 2n pi by Lനെ 2 by n pi by L, 2 by 1 by 2n pi by Lനെ L by 2n pi എഴുതാം. ഇവിടെ 1 by 2n pi by Lന് ഇത് L by 2n pi, 2 അല്ലാതെ L ആണ്, L by 2n pi into ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ cos 2n pi L by L മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ cos 0, which is equal to 1 by n pi into minus L square plus L by n pi into ഇവിടെ L into ഈ ടേം 0 ആയി. അപ്പോൾ ഇത് 1 by L by 2n pi എന്നുള്ളതിനെ നമ്മളിത് L 2 മാറിപ്പോയതാണ്. അപ്പോൾ L divided by 2n pi, L by 2n pi into cos 2n pi, എല്ലാം ക്യാൻസൽ ചെയ്താൽ cos 2n pi, cos 2n pi വാല്യൂ 1 ആണ്, cos 0 വാല്യൂ 1. അപ്പോൾ 1 minus 1 0, അപ്പോൾ ഈ ടേം ഫുള്ളായിട്ട് 0 ആയിപ്പോയി. ബാക്കിയുള്ളത് 1 by n pi into minus L square, that is minus L square by n pi. അപ്പോൾ ഇവിടെ a നോട്ട് കണ്ടുപിടിച്ചു, a n കിട്ടി, b n കിട്ടി. ഇനി നമ്മുടെ Fourier സീരീസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore f of x is equal to a naught by 2, a naught ഇവിടെ എത്രയാണ് 2l square by 3 divided by 2 ചെയ്താൽ 2l square by 6 plus sigma n equal to 1 to infinity an cos 2n pi x by L, that is an ൻ്റെ വാല്യൂ L square by n square pi square into cos 2n pi x by L plus bn sin n 2n pi x by L ആണ്. bn ൻ്റെ വാല്യൂ minus L square by n pi into sin 2n pi x by L. അപ്പോൾ 2 6 നമ്മൾ 3 ടൈംസ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ L square by 3 പ്ലസ് ഇതിൽ നിന്ന് നമുക്ക് n അല്ലാത്ത ടേം കോൺസ്റ്റന്റ് വെളിയിലേക്ക് എടുത്താൽ L square by pi square ഉണ്ട്, പക്ഷെ ഇവിടെ L square by pi ഉള്ളൂ. അപ്പോൾ രണ്ടിനും കൂടെ L square by pi പുറത്തേക്ക് എടുത്തു. അപ്പോൾ സിഗ്മ n equal to 1 to infinity, ഇതിൽ ബാക്കിയുള്ളത് 1 by n square into cos ഒരു പൈ ഉണ്ട് അല്ലേ, 1 by n square pi into cos 2n pi x by L മൈനസ് L square by pi പുറത്തുണ്ട്, അപ്പോൾ മൈനസ് 1 by n into sin 2n pi x by L. അപ്പോൾ ഇതാണ് ഇതിൻ്റെ Fourier സീരീസ്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്, അതിൽ തന്നെ എന്തൊക്കെ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഹാഫ് റേഞ്ച് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ സൈൻ സീരീസ്, കൊസൈൻ സീരീസ്, Fourier സീരീസ്, ഒരു ഫംഗ്ഷൻ്റെ തന്നെ നമ്മൾ 3 കണ്ടുപിടിച്ചു.